മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. അവിടുത്തെ ചുമതലക്കാരൻ രമേശ് ചെന്നിത്തലയാണ്. പരാജയത്തിന് ശേഷം അദ്ദേഹത്തെ അങ്ങോട്ട് നാം കണ്ടിട്ടേയില്ല. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചർച്ചകളെല്ലാമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സന്ദർശിച്ചിരിക്കുന്നത്. പിന്നാലെ തന്നെ സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മഹാരാഷ്ട്രയിൽ എന്തായാലും അവിടുത്തെ ചീട്ട് കീറിയിട്ടുണ്ടല്ലോ കോൺഗ്രസിന്റെ. പിന്നീട് എന്താണ് അവിടെ കളി അദ്ദേഹത്തിന്? അല്ല, ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു വർഷം വളരെ നിർണായകമാണ് കേട്ടോ. വയസ്സെത്രയായി ചെന്നിത്തലയ്ക്ക്? 70 വയസ്സായില്ലേ? അടുത്ത തവണ ഭരണം വേണം. മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ തന്നെയാണ്, സമ്മതിച്ചു. UDF ജയിക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ നിരന്ന് നിൽക്കുകയല്ലേ. ചെന്നിത്തല ആയില്ലെങ്കിലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കുക. സകല ഇതും പോവുകയല്ലേ. ഇപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കി. ചെന്നിത്തല എന്താ VD സതീശൻ്റെ താഴെ നിൽക്കണം. പിന്നെ മുംബൈയിൽ പോയി പ്രതിഷേധിച്ചതിന് വേണ്ടിയാണ് അവരുടെ മൂത്ത നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിൻ്റെ പേരിൽ ED അല്ലേ, അതിൻ്റെ പേരിൽ പ്രതിഷേധിക്കാൻ പോയതാണ്. കേരളത്തിൽ എത്ര കാര്യങ്ങളുണ്ട് പ്രതിഷേധത്തോടുകൂടി നിൽക്കാൻ. ഈ 365 ദിവസവും പ്രതിഷേധിക്കാനുള്ള കാര്യങ്ങൾ കേരളത്തിലുണ്ട്. ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉണ്ട്. അതെന്തുകൊണ്ടാ വടി ഇവർ ഉപയോഗിക്കുന്നില്ല? ഈ രമേശ് ചെന്നിത്തല ഒരു സുഖിമാനാണ് കേട്ടോ, അലസനാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്ന് ഉപവസിക്കുമോ? എവിടെ ഉപവസിക്കാൻ? ഉച്ചയാകുമ്പോൾ സമരപ്പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോവും ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനത്തെ സ്വഭാവക്കാരനാണ്. അല്ലാതെ നടക്കത്തില്ല. ഇദ്ദേഹത്തിലൂടെ ഇവർക്ക് വെയിലുണ്ട്. കോൺഗ്രസ്സുകാരെ കുറിച്ച് മൊത്തത്തിലേ നമ്മൾ പറയുന്നതാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നു. ഈ വനിതാ കോൺസ്റ്റബിളും PSC എഴുതിയ വിദ്യാർത്ഥികളുടെ സമരം നടക്കുന്നു. അങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഈ അദ്ദേഹത്തിന്റെ ആഗ്രഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്നല്ലേ? അതെ, ആയിക്കൊള്ളട്ടെ, ആകാൻ യോഗ്യനുമാണ്, സമ്മതിച്ചു. പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കണ്ടേ? പരീക്ഷ വെറുതെ പോയി പരീക്ഷ എഴുതിയാൽ മതിയോ? കുട്ടി പഠിക്കണ്ടേ ഇരുന്ന് എന്ന് പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ ഈ ചിലപ്പോൾ ഇനി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ ഉണ്ടായ EDയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ആ സമരം സംഘടിപ്പിച്ചത്. ചിലപ്പോൾ കേരളത്തിൽ നിന്നും സമരം ചെയ്താൽ ചിലപ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടിയില്ലെങ്കിലോ? മറ്റേ മഹാരാഷ്ട്രയാകുമ്പോൾ മുംബൈ ആണ്, വലിയ ശ്രദ്ധ കിട്ടുമെന്ന് പറഞ്ഞായിരിക്കും അവിടെ പോയത്. മഹാരാഷ്ട്രയിൽ ഇവർക്ക് മേൽവിലാസമുണ്ടോ? ചെന്നിത്തലയല്ലേ അവിടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ പോയി നിന്നത്? തകർന്ന തരിപ്പണമായിട്ടല്ലേ അവിടുന്ന് വണ്ടി കയറി ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് മുഖ്യമന്ത്രി പദത്തിൻ്റെ പേരിൽ എങ്ങനെ നിരന്ന് നിൽക്കുന്ന പലരും. അക്കൂട്ടത്തിൽ ചെന്നിത്തലയും കയറി നിന്നു. ഈ കേരളത്തിലെ ഈ വിഷയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ എന്തുകൊണ്ടിരുന്നു കൂടാ ഇവർക്ക്? ആശാ വർക്കർമാർ, പിന്നെ PSCയിൽ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടിട്ടും നിയമനം കിട്ടാതെ സമരം ചെയ്യുന്ന പെൺകുട്ടികൾ, എത്ര ഈ വിഷയം ഇത് ജനകീയമാക്കി മാറ്റാം. ഇപ്പം നമ്മൾ ഓർക്കണം, മൂന്നാറിൽ നടന്ന പെമ്പിളെ ഒരുമൈ സമരത്തിൽ VS അച്യുതാനന്ദൻ പോയി അവിടെ ഇരുന്നില്ലേ? അപ്പോൾ സമരത്തിൻ്റെ ചിത്രം മാറിയില്ലേ? പറയും VSന് വേറൊരു മുഖമാണുള്ളത്. ശരിയാണ്, അങ്ങനെ ആകണം ഇവർ. ഈ ആശാ വർക്കർമാരുടെ ഓടൊപ്പം സെക്രട്ടേറിയറ്റ് നടയിൽ ഇവർക്ക് ഉപവസിക്കാൻ കഴിയാത്തത് എന്താ? ഇത് ദേശീയ തലത്തിൽ അതോ ചിലപ്പോൾ ഇനി ഇവിടെ VD സതീശൻ, സുധാകരനും, KC വേണുഗോപാലും, അടൂർ പ്രകാശും എല്ലാ നേതാക്കളും ഉള്ളപ്പോൾ ഇനി തന്നെ കൊണ്ട് കഴിയില്ല എന്ന് കരുതി അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചൂടുവയ്ക്കുന്നതാണോ? കോൺഗ്രസ് എന്ത് ദേശീയ രാഷ്ട്രീയം? അത് തമാശയല്ലേ? ദേശീയ രാഷ്ട്രീയത്തിൽ ഇവർ അപ്രസക്തരായി തീരുകയല്ലേ ചെയ്യുന്നത്. ഇവരുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രൂപം കൊണ്ടതല്ലേ ഇന്ത്യ മുന്നണി. അത് ഇനി പിരിച്ചുവിട്ടിരിക്കുകയാണോ എന്താണെന്ന് അറിയത്തില്ല. ഇനി അടുത്ത 29 അത് വീണ്ടും പൊടി തട്ടിയെടുക്കും. ആരൊക്കെ അന്നേരം ഇതിനകത്ത് ഉണ്ടാകും എന്നറിയത്തില്ല. ഇന്ത്യ മുന്നണി അല്ല, ഇവർ കോൺഗ്രസ്സുകാർ. ഇപ്പം AICC സമ്മേളനം നടന്നപ്പോൾ തന്നെ അവിടെ ഇവരെന്താ ഒരു വാർത്ത പോലും നേരെ വന്നിട്ടില്ല. പണ്ടൊക്കെ കോൺഗ്രസിൻ്റെ സമ്മേളനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങൾ മുഴുവൻ 1-ാം പേജിൽ ഇവരെല്ലാം തറയിൽ ചമ്പറം പടഞ്ഞിരിക്കുന്നതും അന്ന് നമ്മളൊക്കെ വിചാരിക്കാറുണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു കസേരയൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആ പഴയ ഇത് നിലനിർത്തുകയാണ്.
അങ്ങനെ വലിയ തലക്കെട്ടോടുകൂടിയാണ് വാർത്ത വരുന്നത്. ഇപ്പോഴോ പത്രത്തിൻ്റെ ഒരു മൂലയ്ക്ക് പ്രിയങ്ക ഗാന്ധി ആ സ്ത്രീ എവിടെ പോയിരിക്കുകയായിരുന്നു? അവരവിടെ ചെന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ വഖഫ് ഭേദഗതി ബില്ലിൻ്റെ സമയത്ത് പാർലമെൻറ്റിലും ഇല്ലായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഒരു MP ആണ്. അപ്പോൾ ഇവിടെ ഈ ചെന്നിത്തലയല്ല ആരായാലും കേരളത്തിൽ നിരവധി പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. CPM-കാർ അണിയറ പ്രവർത്തനങ്ങളും നീക്കങ്ങളും ഒക്കെ കുതന്ത്രങ്ങളൊക്കെ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വെല്ലാനോ മറികടക്കാനോ തക്ക തരത്തിലുള്ള പ്രവർത്തന രീതികളൊന്നും ഇതുവരെ ആയിട്ടുമില്ല. ഇവർ മുഖ്യമന്ത്രി പദത്തിൽ മാത്രം സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഇവരുടെ വിചാരം എന്താണ്? ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടുണ്ട്, ഈസി ആയിട്ട് ഭരണം ഇപ്പോൾ 2026 പിടിച്ചെടുക്കാം. അല്ല, നടക്കത്തില്ല. ഈസി അല്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ട്, സമ്മതിക്കാം. പക്ഷെ ഭരണം ഈസി ആയിട്ട് UDF-ലേക്ക് വരുന്നില്ല. കാര്യം എന്തുകൊണ്ടാണ്? BJP ഇവിടെ വലിയ മുന്നേറ്റം കുറിക്കുകയാണ്. ഈ കോൺഗ്രസിനെ തകർക്കാനാണ് ആരുടെ നീക്കം? BJP-യുടെ നീക്കം. അതിനുവേണ്ടി ഇനി പിണറായി വിജയൻ ഒരു ഹാട്രിക് അടിച്ചാലും BJP-ക്ക് കുഴപ്പമില്ല. കാരണം ഇവരെ തീർക്കണം. അതാണ് BJP-യുടെ ദേശീയ തലത്തിലെ തന്നെ പ്രഖ്യാപിത ലക്ഷ്യം. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിലേക്ക് എന്താത്തിനാ ചെന്നിത്തല ആവശ്യം? എന്ത് കാര്യത്തിന്? KC വേണുഗോപാൽ തന്നെ ഇനി കേരളത്തിലെ UDF വിജയിക്കും, അപ്പോൾ ഒരു മുഖ്യമന്ത്രിയെങ്കിലും ആകാമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ രാഹുൽ ഗാന്ധിയുടെ തോളുരുമയും അവിടെ നിൽക്കുന്നത്. കാരണം ഇനി ദേശീയ തലത്തിൽ ഇല്ല. അപ്പോൾ കേരളത്തിലെങ്കിലും ഒരു മുഖ്യമന്ത്രിയായി മാറണമല്ലോ. അത് UDF വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് അത് തന്നെയായിരിക്കും. അല്ല, അതിന് കേരളത്തിലെ നേതാക്കൾ സമ്മതിക്കുമോ? VD സതീശനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ഹൈക്കമാൻഡ് അല്ലേ തീർച്ചപ്പെടുത്തുന്നത്? രാഹുൽ ഗാന്ധി പറയും. രാഹുൽ ഗാന്ധിയുടെ കൂടെ ഇത്രയും നാളായിട്ട് നടക്കുന്ന KC വേണുഗോപാലിന് ഇനി കേരളത്തിലെങ്കിലും എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെന്താണ്? ഇവരെ ഈ ചെന്നിത്തല കിടന്ന് അധ്വാനിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതാവും, പാഴ്വേലയായി പോകും. ഇനി നോക്കിക്കൂ, ഈ ചെന്നിത്തല പോകും, BJP-യിലേക്ക് പോകും, ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. കാര്യം ഇല്ലെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി ആകണം 2026. ഭരണമില്ലെന്നുണ്ടെങ്കിൽ തീർന്നു. ഇനി ഈ അടുത്ത തവണ 2026 UDF-ന് കിട്ടുന്നില്ല എന്ന് കരുത്, തീർന്നു. ഇനി ഒരിക്കലും UDF തിരിച്ചു വരില്ല, കോൺഗ്രസും വരില്ല. അത് ഉറപ്പായ കാര്യം. 26 വരുമെന്ന് പറയുമ്പോൾ ഇനി ഇപ്പോൾ ഉള്ളതിനേക്കാൾ 20, 30, 40 സീറ്റിലധികം കൂടുതൽ നേടണം. അത് ഏത് മേഖലയിൽ നിന്നായിരിക്കും ലഭിക്കുക? അത് എവിടെ നിന്ന് കിട്ടാൻ? കോൺഗ്രസ്സുകാർക്ക് ഉള്ള ഇടങ്ങൾ പോലും അവർക്ക് സുരക്ഷിതമായിട്ട് കിട്ടത്തില്ല. ലീഗൊക്കെ അവരുടെ ഇടങ്ങളിൽ അവർ സുരക്ഷിതരായിട്ടിരിക്കും. ഘടകകക്ഷികളൊക്കെ ഉണ്ട്. ഘടകകക്ഷികളുടെ എല്ലാം ഒന്നും തിരിച്ചു കിട്ടണമെന്നൊന്നുമില്ല. BJP പലയിടങ്ങളിലും കയറി വരികയല്ലേ, വോട്ട് വിഹിതം കൂടുന്നു, വിജയിച്ചില്ലെങ്കിലും. അതാണ്. അപ്പോൾ അവിടെ CPM-ന് വിജയം ഉണ്ടാകും. ആയിക്കൊള്ളട്ടെ എന്ന് BJP കരുതുന്നുണ്ട്. പിണറായി അല്ലെങ്കിൽ CPM ഹാട്രിക് തികയ്ക്കട്ടെ, എന്നാലെങ്കിലും ഇവന്മാരെ തീർക്കാം. അങ്ങനെ ഇവർ നെട്ടോട്ടമാണെന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ രക്ഷയില്ല, അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകാമെന്നും പറഞ്ഞൊന്നും അല്ല. ദേശീയ തലത്തിലും താൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം, അതിനുവേണ്ടി തന്നെയാണ്. അത് നടക്കില്ല എന്നുള്ളതും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ചെന്നിത്തലയുടെ ഭാവി മറ്റൊരു പാർട്ടിയിലായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.